വ്യാഴവട്ട സ്മരണകൾ എന്ന കൃതി ആരുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ളതാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള കൃതിയാണ് വ്യാഴവട്ട സ്മരണകൾ. വ്യാഴവട്ട സ്മരണകൾ എന്ന കൃതിയുടെ രചയിതാവാരാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ഭാര്യയായ ബി കല്യാണിയമ്മയാണ് വ്യാഴവട്ട സ്മരണകൾ എന്ന കൃതിയുടെ രചയിതാവ്. കേരളത്തിൽ സ്ത്രീകൾക്കായി പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്ന ആദ്യകാല മാസികയായിരുന്ന ശാരദയുടെ എഡിറ്റർ ആരാണ്? ബി കല്യാണിയമ്മയാണ്. കേരളത്തിൽ സ്ത്രീകൾക്കായി പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്ന ആദ്യകാല മാസികയായിരുന്ന ശാരദയുടെ എഡിറ്റർ. കേരള പഞ്ചിക, മലയാളി തുടങ്ങിയ പത്രങ്ങളുടെ പത്രാധിപർ ആരായിരുന്നു? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയായിരുന്നു കേരള പഞ്ചിക, മലയാളി തുടങ്ങിയ പത്രങ്ങളുടെ പത്രാധിപർ. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനി പത്രത്തിൻ്റെ പത്രാധിപത്യം ഏറ്റെടുത്തതെന്നാണ്? 1906 ജനുവരി 17 സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനി പത്രത്തിൻ്റെ പത്രാധിപത്യം ഏറ്റെടുത്തത്. സ്വദേശാഭിമാനി ആരംഭിച്ചത് ആരാണ്? അഞ്ചുതെങ്ങിൽ 1905 ജനുവരി 19 വക്കം അബ്ദുൾ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി ആരംഭിച്ചത്. സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപർ ആരായിരുന്നു? സി പി ഗോവിന്ദപിള്ളയായിരുന്നു സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപർ. സ്വദേശാഭിമാനി ശ്രീമൂലം തിരുനാൾ രാജാവിനെയും ദിവാൻ പി രാജഗോപാലാചാരിയെയും തുടർച്ചയായി വിമർശിച്ചു. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിക്കൊണ്ട് തിരുവിതാംകൂർ സർക്കാർ വിളംബരം ഇറക്കിയത് എന്നാണ്? 1910 സെപ്റ്റംബർ 26 സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിക്കൊണ്ട് തിരുവിതാംകൂർ സർക്കാർ വിളംബരം ഇറക്കിയത്. സ്വദേശാഭിമാനി പത്രം നിരോധിക്കുകയും പ്രസ്സിലെ എല്ലാ ഉപകരണങ്ങളും പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റുകയും ചെയ്തു. വക്കം അബ്ദുൾ ഖാദർ മൗലവിയുടെ കുടുംബാംഗങ്ങൾക്ക് പ്രസ് തിരികെ കൊടുത്തതാരാണ്? 1958 ജനുവരി 26 EMS സർക്കാരാണ് വക്കം അബ്ദുൾ ഖാദർ മൗലവിയുടെ കുടുംബാംഗങ്ങൾക്ക് പ്രസ് തിരികെ കൊടുത്തത്.